സർക്കാരിന്റെ അസഹിഷ്ണുതയിൽ ഇരുളടയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. +1 ബാച്ച് വിഷയത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന സർക്കാർ സമീപനത്തിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ധർണ ജനങ്ങളുടെ വികാരം അത് ഇവിടെ പൊതുസമൂഹത്തെ അറിയിക്കാനാണ്. വാർത്താമാധ്യമ പ്രതികളുണ്ട്. ഞാൻ ഈ +2ന്റെ സംഭവം ഞങ്ങളൊക്കെ അടിക്കടി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ബോധ്യമുണ്ട്. കണ്ടമാനം സീറ്റ് കുറവുണ്ട്, കുറച്ചൊന്നുമല്ല. കണ്ടമാനം ആയിരക്കണക്കിന് സീറ്റിന്റെ കുറവാണ് ഇവിടെ ഉള്ളത്, കുറച്ചൊന്നുമല്ല. എന്തൊരു ന്യായമാണ്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. നന്നായി പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ പാസ്സായി വരുമ്പോൾ ആ ഒരു സീറ്റിന് വേണ്ടി കേഴുകയാണ്. എന്നിട്ട് കോടതിയിൽ പോവാണ്. കോടതിയിൽ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾക്ക് പരാതി കിട്ടിയില്ല എന്നാണ്. സീറ്റ് പഠിച്ച് പാസ്സായി കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി കാക്കുന്നു എന്ന് കോടതി ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യായമില്ല. അസഹിഷ്ണുതയിൽ ഇരുളടയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്നും സർക്കാർ ഇക്കാര്യം ഗൗരവത്തിലെടുത്ത് ശാശ്വത പരിഹാരം കാണണമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. പിന്നോക്ക ജില്ലകളിലെ വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയെന്ന ഇടതു സർക്കാർ നിലപാട് ശരിയല്ല. എന്തിനാണ് ഈ വിവേചനവും പിശുക്കുമെന്നും മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ളിടത്ത് പഠിക്കാൻ അവകാശമുണ്ട്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ നീതി ലഭിക്കുമെന്നും ഇല്ലെങ്കിൽ രണ്ടാംകിട പൗരന്മാരാകുമെന്നും പറയുന്നവർ പ്രവൃത്തിയിൽ ഇത് കാണിക്കാൻ തയ്യാറാകണം. നിലപാടുകൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള പരസ്യങ്ങൾ ഒതുക്കരുത്. ചില ജില്ലകളിൽ നീതീകരിക്കാൻ കഴിയാത്ത അന്തരമാണ് +1 സീറ്റുകളുടെ എണ്ണത്തിലുള്ളത്. ഇതിന് ശാശ്വത പരിഹാരം വേണം. UDF അധികാരത്തിലിരുന്ന സമയത്ത് അനുവദിച്ച സീറ്റുകളിലാണ് ഇന്നും മേൽപ്പറഞ്ഞ ജില്ലക്കാർ പഠിക്കുന്നത്. മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ നേരം പുലർന്നാൽ സീറ്റ് തേടി അലയുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. ഇതിന് പരിഹാരം കാണണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി പി. അബ്ദുൽ ഹമീദ് MLA സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP സൈദലവി, സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി, നാലകത്ത് സൂപ്പി, PK അബ്ദുറബ്, സുഹറ മമ്പാട്, അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള, MLA മാരായ അഡ്വക്കേറ്റ് UA ലത്തീഫ്, മഞ്ഞളാംകുഴി അലി, കുറുക്കോളി മൊയ്തീൻ, മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VA ഫൈസൽ ബാബു, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കോക്കൂർ എന്നിവരും സംസാരിച്ചു. മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ. എന്താന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ടിന്റെ ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 15% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിംഗ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലികളും. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.